الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الناس أوصيكم إياي أولا بتقوى الله ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീക്ക് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് സംരക്ഷണവും താങ്ങും തരാൻ ഒരാളുണ്ടെന്ന ബോധം നമുക്കൊക്കെ നൽകുന്ന ധൈര്യം, പ്രിയപ്പെട്ടവരെ, ചെറുതല്ല. എത്ര വലിയ ഫിനാൻഷ്യൽ ക്രൈസിസ് കടന്നു വന്നാലും, സാമ്പത്തിക പ്രതിസന്ധി കടന്നു വന്നാലും, ഇനി ഒരു രോഗം കടന്നു വന്നാലും താങ്ങാവാനും തണലാവാനും ചിലർ ഉണ്ട് എന്നുള്ള നമ്മുടെയൊക്കെ ഒരു ആത്മവിശ്വാസമുണ്ട്. നമുക്കൊക്കെ ഏത് സമയത്തും ഏത് പാതിരാത്രിയിലും താങ്ങാവുന്നൊരു കൂട്ടുകാരൻ, താങ്ങാവുന്ന കുടുംബത്തിലെ ഒരു പ്രതിനിധി എല്ലാം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നാൽ ജീവിതത്തിൽ എപ്പോഴും എന്നെ സഹായിക്കാനും സംരക്ഷിക്കാനും ഒരാൾ ഉണ്ട് എന്നറിയുന്നവൻ്റെ മനസ്സ് എപ്പോഴും മനസ്സമാധാനമുള്ളതായിരിക്കും. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയകമായി ഒട്ടനവധി പ്രതിസന്ധികൾ നിലവിലുണ്ട്. ഒട്ടനവധി മാനദണ്ഡങ്ങൾ പലപ്പോഴായി അവൻ ആ കടമ്പകൾ അവൻ കടക്കേണ്ടി വരുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. എന്നാൽ ഒരു മാനദണ്ഡവുമില്ലാതെ, ഒരു അളവുകോലുകളുടെയും പ്രിയപ്പെട്ടവരെ കണക്കുകൾ നോക്കാതെ ഏത് സമയത്തും എല്ലാ രംഗത്തും സംരക്ഷിക്കാൻ കഴിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ആ അല്ലാഹു നമുക്ക് നൽകിയ
വലിയൊരു ഉറപ്പുണ്ട്. പരിശുദ്ധ ഖുർആന് മനോഹരമായിട്ട് ആ വിഷയത്തെ പ്രതിപാദിക്കുന്നുണ്ട്. എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ ആയത്ത്? വഹുവ മഅക്കും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് റഹ്മാനായ റബ്ബ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. വഹുവ മഅക്കും ഐനമാ കുൻതും വല്ലാഹു ബിമാ തഅമലൂന ബസീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പ്രവർത്തിക്കുന്നതെല്ലാം വളരെ വ്യക്തമായി കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞത് എന്താ? നമ്മോടെ പണ്ട് പ്രിയപ്പെട്ടവരെ റഹ്മാനായ റബ്ബ്. അതിന്റെ അർത്ഥം എന്താ? അദ്വൈതവാദം പോലെ തൂണിലും തുരുമ്പിലും പടച്ചറപ്പുണ്ട് എന്നാണ്? അല്ല, ആ വാദം തെറ്റാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെ അള്ളാഹുവിന്റെ അർശിൽ ഉപവിഷ്ടനായിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഇഹാത്തത്താണ് ഇവിടെ ഉള്ളത്. അള്ളാഹുവിന്റെ സംരക്ഷണ വലയമാണ് ഇവിടെ ഉള്ളത്. നാം കാണുന്നത് കാണാനും നാം ചെയ്യുന്നതെല്ലാം കാണാനും നമ്മെക്കുറിച്ചുള്ള നാം പറയുന്നതുമെല്ലാം കേൾക്കാനും നമ്മെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നവനുമായ ആ റഹ്മാനായ റബ്ബ് നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളത് കൊണ്ടുള്ള വിവക്ഷ എന്താ? ഉദ്ദേശം എന്താ? അള്ളാഹുവിന്റെ ഖുദ്റത്ത്, അള്ളാഹുവിന്റെ അറിവ്, അള്ളാഹുവിന്റെ ഇൽമ് ഇതെല്ലാം നമ്മിൽ ചുറ്റിപ്പറ്റി വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, റബ്ബിന്റെ സംരക്ഷണം എല്ലാ സമയത്തും എല്ലാ രംഗത്തും ഉണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയവരാണ്. എന്നാൽ പലപ്പോഴും ജീവിതത്തിലെ ഏതെങ്കിലും പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ വേദനകളോ യാതനകളോ കടന്നു വരുമ്പോൾ എൻ്റെ റബ്ബുണ്ട് എനിക്ക് സംരക്ഷകനായി എന്നുള്ള ആ ബോധ്യവും ഉണ്ടല്ലോ, മറന്നു പോകുന്നൊരവസ്ഥയൊക്കെ പലപ്പോഴായി നമുക്കുണ്ടാകുന്നുണ്ട്. എന്താ റബ്ബേ ഇനി ചെയ്യാ, ആകങ്ങിട്ട് വഴിമുട്ടിയല്ലോ, ഇനി ഒരു നിവർത്തിയുമില്ലല്ലോ എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ ഈ ആയത്ത് കേട്ടവരാ, നമ്മൾ ഈ ആയത്ത് പഠിച്ചവരാ, ഒരുപക്ഷെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തവരുമായിരിക്കാം. വഹുവ മഅക്കും ഐനമാ കുൻതും, നിങ്ങളോടൊപ്പണ്ട് റഹ്മാനായ റബ്ബ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുൻഗാമികൾ, ഈ ആയത്ത് കേട്ടവർ, ഈ ആയത്തിനെ ഉൾക്കൊണ്ടവർ, പ്രവാചകന്മാർ, സഹാബത്ത്, അവരൊക്കെ പടച്ച റബ്ബിന്റെ ആ സഹായമുണ്ട് എന്ന ആ പ്രഖ്യാപനം കേൾക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് വരുന്ന വല്ലാത്തൊരു മനോധൈര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇനി എന്നെ തകർക്കാൻ ആരുമില്ല, ഇനി എന്നെ പരാജയപ്പെടുത്താൻ ആരുമില്ല, ഇനി എനിക്ക് എൻ്റെ എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരമേകാൻ എൻ്റെ റബ്ബുണ്ട് എന്ന ആ ഉത്തമമായ ബോധ്യം അവരിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു എന്നുള്ളത് പല ചരിത്രങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, നിങ്ങൾ മൂസാ നബി അലൈഹി ഇസ്ലാമയുടെയും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമയുടെയും ചരിത്രം വല്ലാത്ത പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വാഹ പ്രിയപ്പെട്ടവരെ നാം പാരായണം ചെയ്യുമ്പോൾ മനോഹരമായ, നമ്മുടെ മനസ്സും ശരീരവും ഒരുമിച്ച് ലയിച്ചു പോകുന്ന ഒട്ടനവധി ചരിത്രങ്ങൾ, ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുന്ന സൂറത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിറഔനിന്റെ കൊട്ടാരത്തിലേക്ക് മൂസാ നബി അലൈഹി ഇസ്ലാമയും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമയും കയറി ചെന്നുകൊണ്ട് പറയുന്ന ആ പ്രബോധനത്തിന്റെ തുടക്ക സമയങ്ങളെ വിവരിക്കുന്നുണ്ടല്ലോ. എത്ര ഭീതിജനകമായ, എത്രയേറെ ഭയമുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. ഏത് ഫിറഔനാണ് പ്രിയപ്പെട്ടവരെ മൂസാ നബി അലൈഹി ഇസ്ലാമയെ കൊല്ലുമെന്ന് ഭയപ്പെട്ട് തന്റെ ഉമ്മ പെട്ടിയിലാക്കി പ്രിയപ്പെട്ടവരെ നൈൽ നദിയിൽ ഒഴുക്കിവിട്ട ആ ഫിറഔനിന്റെ കൊട്ടാരത്തിലാണ് മൂസാ നബി അലൈഹി ഇസ്ലാമ വളരുന്നത്. ആ ഫിറഔനിന്റെ കൊട്ടാരത്തിലേക്കാണ് വീണ്ടും മൂസാ നബി അലൈഹി ഇസ്ലാമ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിക്കപ്പെട്ട ദൗത്യ നിർവഹണ പൂർത്തീകരണത്തിനായി കടന്നു ചെല്ലുന്നത്. വലിയ പേടിയാണ്, ക്രൂരനാണ്, അക്രമിയാണ്, എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. എല്ലാ ബോധ്യവും ഉണ്ട്, ഭയമുണ്ട് അവർക്ക്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എത്ര മനോഹരമായിട്ട് ഖുർആൻ ആ വിഷയത്തെ എടുത്തു പറഞ്ഞു. ഖാല റബ്ബനാ ഇന്നനാ നഖാഫു അയ്യഫ്റുത അലൈനാ ഔ അയ്യത്ഗാ. അല്ലാഹുവേ, ഫിറഔനെങ്ങാനും ഞങ്ങളുടെ നേരെ എടുത്തു ചാടുകയോ അതിക്രമം കാണിക്കുകയോ ചെയ്യുമോ? ആ വിഷയത്തിൽ അവർക്ക് വല്ലാത്തൊരു പേടി. പടച്ച റബ്ബ് കൊടുക്കുന്ന സമാശ്വാസത്തിന്റെ ബലത്തിന്റെ വാചകങ്ങൾ എന്തായിരുന്നു? ഖാല ലാ തഖാഫാ, നിങ്ങൾ ഇരുപേരും ഭയപ്പെടേണ്ടതില്ല കേട്ടോ, നിങ്ങൾ ഇരുപേരും ഭയപ്പെടേണ്ട, ഞാൻ ഏൽപ്പിക്കപ്പെട്ട ദൗത്യമായിട്ടാ നിങ്ങൾ പോകുന്നത്. ഇന്നനി മഅകുമാ അസ്മഉ വ അറാ.
ഇന്നനി മഅകുമാ, നിങ്ങളുടെ ഇരുപേരോടൊപ്പം ഞാനുണ്ട്. അസ്മഉ വ അറാ, കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. എത്ര സുന്ദരമായ വാചകങ്ങൾ കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ക്രൂരനായ ഒരു ഭരണാധികാരിയുടെ കോട്ടക്കുള്ളിലേക്ക് കയറാനുള്ള ആ വലിയ ധൈര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത്. ആ ധൈര്യവും ആ ആശ്വാസവും റഹ്മാനായ റബ്ബ് നമുക്കും ഓഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും ഇല്ല എന്നുള്ളതാ. പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ പ്രിയപ്പെട്ടവരെ പരിഹരിക്കാത്ത പ്രശ്നങ്ങളില്ല, തീരാത്ത പ്രതിസന്ധികളില്ല, അല്ലേ? എത്ര വലിയ ബുദ്ധിമുട്ടുകളാണെങ്കിലും അത് എളുപ്പമാക്കി തരാൻ റഹ്മാനായ റബ്ബിന് കഴിയുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ലല്ലോ. ഈ മൂസാ നബി അലൈഹിസ്സലാമ തന്നെ ശത്രുവിന്റെ മുന്നിൽ അകപ്പെട്ട ആ സന്ദർഭത്തെ പരിശുദ്ധ ഖുർആൻ കൃത്യമായി സൂറത്ത് ശുഅറയിലൂടെ എടുത്തു പറയുന്നുണ്ടല്ലോ. നമുക്കൊക്കെ പലപ്പോഴും ഈ ആയത്തുകളൊക്കെ കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാവനയുടെ ഏറ്റവും വലിയ അളവ് കോലി വെച്ച് വിഭാവന ചെയ്താലും ഇമാജിനേഷനിൽ കൊണ്ടുവന്നാലും അത്രക്കൊന്നും എത്തൂല. ഖുർആൻ എത്ര മനോഹരമായിട്ട് അത് എടുത്തു പറയുന്നത്. ഫലമ്മാ തറാഅ, എത്ര ആ രണ്ട് സംഘവും കണ്ടുമുട്ടിയ സന്ദർഭത്തില്, ആ രണ്ട് സംഘവും കണ്ടുമുട്ടിയ സന്ദർഭത്തില് ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ, മൂസാ നബി അലൈഹിസ്സലാമയോടൊപ്പമുള്ളവർ പറഞ്ഞു, മൂസാ ഇപ്പൊ നമ്മെ പിടിക്കപ്പെടുട്ടോ. കാരണം ഇരു സംഘവും കണ്ടുമുട്ടുകയാണ്, പരസ്പരം കണ്ടുമുട്ടുക, ഇപ്പൊ പിടിക്കപ്പെടുമെന്നുള്ള ഒരവസ്ഥയിലാണുള്ളത്. ഇന്നാ ലമുദ്റകൂൻ, ഇപ്പൊ നമ്മളെ പിടിക്കും, ഇപ്പൊ നമ്മളെ പിടിക്കും. പ്രിയപ്പെട്ടവരെ, ആ കൂട്ടത്തിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാമക്ക് റഹ്മാനായ റബ്ബ് നൽകിയ ധൈര്യത്തിന്റെ വലിയൊരു ആശ്വാസവാചകമുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമ പറയാ, ഖാല കല്ലാ, ഒരിക്കലും ഇല്ലട്ടോ, ഒരിക്കലും നമ്മെ പിടിക്കൂല. ഖാല കല്ലാ, ഒരിക്കലും നമ്മെ പിടിക്കുകയില്ല. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്നോടൊപ്പം എൻ്റെ രക്ഷിതാവുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരുന്നതാണ്, അവൻ എനിക്ക് വഴി കാണിച്ചു തരുന്നതാണ്. പ്രിയപ്പെട്ടവരെ, മുന്നിൽ ചെങ്കടലാണ്. പ്രിയപ്പെട്ടവരെ, പിറകിൽ തൊട്ടുപിറകിൽ തന്നെ കൈ കിട്ടിയാൽ, തന്നെ തങ്ങളെങ്ങാനും അവരുടെ കൈകളിൽ അകപ്പെട്ടാൽ, പ്രിയപ്പെട്ടവരെ, ആ രൂപത്തിൽ മൃഗീയമായി കൊലപ്പെടുത്താൻ കഴിവും പ്രാപ്തിയുമുള്ളവരാ ഒപ്പുള്ളത്. പക്ഷെ മുന്നിൽ കടല്, വഴിയില്ല. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാമ ഈ ഒരു വാചകം പറയുമ്പോൾ ഖാല കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എൻ്റെ റബ്ബുണ്ട് എനിക്ക് വഴി കാണിച്ചു തരാൻ. ആ ചെങ്കടല് പിളർന്ന് മൂസാ നബി അലൈഹിസ്സലാമയും കൂട്ടരും കടന്നുപോയി എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ പ്രിയപ്പെട്ടവരെ? ഇന്നും ആ ചരിത്രങ്ങൾ മുസ്ലിം ഉമ്മത്തിൽ അയവർക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇന്നും അത് ലോകാടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ തവക്കുൽ ചെയ്താൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഏത് പ്രതിസന്ധികൾക്കും ഏത് പ്രയാസങ്ങൾക്കും പരിഹാരമേകാൻ അവൻ പ്രാപ്തനാണ്, അവൻ കഴിവുള്ളവനാണ് എന്നുള്ളതാണ് ഈ അധ്യാപനങ്ങളൊക്കെ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. ഈ സഹായങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെ നമുക്കും കിട്ടും. ജീവിതത്തിലെ പ്രതിസന്ധികളും രോഗങ്ങളും പ്രയാസങ്ങളും സാമ്പത്തികമായിട്ടുള്ളതും എല്ലാം അനുഭവിക്കുന്നവരാ മനുഷ്യന്റെ സ്വാഭാവികതയിൽപ്പെട്ടതാ. അവിടെയൊക്കെ മനുഷ്യൻ പല രൂപത്തിലാണ് ഇത്തരം കാര്യങ്ങളിൽ അവൻ തീരുമാനങ്ങൾ എടുക്കുന്നത്. പലരും ആത്മഹത്യാ ശ്രമങ്ങളിലൂടെ, പലരും നാടുവിടുന്നതിലൂടെ, പലരും മറ്റുള്ള കടുംകൈകൾ ചെയ്യുന്നതിലൂടെ, പലരും ഒരു കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളെയും കൊല്ലുന്ന രൂപത്തിലൊക്കെ ജീവിതത്തിൽ വരുന്ന വ്യത്യസ്തമായ പ്രതിസന്ധികളെ പരിഹാരമായിട്ട് ഇത്തരം അധാർമികമായിട്ടുള്ള കാര്യങ്ങളെയാണ് കാണുന്നതെങ്കിൽ, നമ്മുടെ മുൻഗാമികൾ ഏത് പ്രതിസന്ധി കടന്നു വന്നാലും പടച്ച റബ്ബിനെ ബരമേൽപ്പിച്ചാലേ ആ ഒരു ബരമേൽപ്പിക്കുന്നതിൽ വലിയൊരു വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ റബ്ബ് എന്നെ സഹായിക്കുമെന്ന ഉത്തമ ബോധ്യവും ചിന്തയും ഉണ്ടായിരുന്നവരായിരുന്നു അവരൊക്കെ. നോക്കിയ നിങ്ങൾ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശം കൊടുക്കുക ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമക്ക്. എന്താ ഉപദേശം? യാ ഗുലാം, ഈ പൊന്നു മോനെ എന്ന് വിളിച്ചിട്ട്, മോനെ എന്ന് വിളിച്ചിട്ട്, ചെറിയ പ്രായ പ്രിയപ്പെട്ടവരെ, ചെറിയ പ്രായാണ്. ഇന്നി ഉഅല്ലിമുക കലിമാത്ത്,
ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരട്ടെയോ? ദുനിയാവിലും ആഖിറത്തിലും നിനക്ക് ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങൾ നിനക്ക് മനസ്സിലാക്കി തരട്ടെയോ? എന്നിട്ട് എന്താ പറഞ്ഞു കൊടുത്തത്? ഇഹ്ഫദില്ലാഹ യഹ്ഫദക. നീ പടച്ച റബ്ബിനെ സൂക്ഷിച്ചാൽ റഹ്മാനായ റബ്ബിന്റെ സംരക്ഷണം നിനക്കുണ്ടാകുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഹദീസിന്റെ ഈ ഒരു വാചകം വിശദീകരിക്കാൻ തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസിനെ വിശദീകരിച്ച രംഗത്ത് എത്രയെത്ര വിശദീകരണങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളത്, അത്രയും വലിയ വിശദീകരണങ്ങൾ കാണാൻ കഴിയും. ഈ റഹ്മാനായ റബ്ബ് നമ്മോട് എന്തെല്ലാം കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറഞ്ഞുവോ അവയെല്ലാം പ്രാവർത്തികമാക്കിക്കൊണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറഞ്ഞുവോ അവയെല്ലാം ഒഴിവാക്കിക്കൊണ്ട്, പടച്ചറബിന്റെ പ്രീതി കാംക്ഷിച്ച്, പടച്ചറബിന്റെ സ്വർഗം ആഗ്രഹിച്ച്, പടച്ചറബ് കാഫിരീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച നരകീയമായ ആ വലിയ ഘോരമായ പേടിപ്പെടുത്തുന്ന തീയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നവരെ റഹ്മാനായ റബ്ബിന്റെ സംരക്ഷണം ഉണ്ടാകുമെന്ന ആ സുന്ദരമായ വാചകങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമൊക്കെ അല്ലാഹുവിന്റെ റസൂലെ പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ജീവിതത്തിലെ പടച്ച റബ്ബിനെ സൂക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടോ? അള്ളാഹുവിന്റെ സംരക്ഷണം അവിടെ ഉണ്ടാവും. അള്ളാഹുവിന്റെ പ്രീതിക്കനുസരിച്ചാണോ ജീവിതം? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പ്രയാസപ്പെടുത്തില്ല എന്നുള്ളത് ഈ ഒട്ടനവധി അധ്യാപനങ്ങളിലൂടെയും ഒട്ടനവധി ആയത്തുകളിലൂടെയും ഒക്കെ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാനും മനസ്സിലാക്കാനും കഴിയും. നോക്കിയേ നിങ്ങളെ, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഹിജ്റയ്ക്ക് വേണ്ടി പുറപ്പെട്ട മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വല്ലാത്ത രംഗങ്ങളാ. സൗർ ഗുഹയിൽ അഭയം പ്രാപിച്ച സന്ദർഭം, ശത്രുക്കളെങ്ങാനും തങ്ങളെ കാണുമോ എന്നേറെ ഭയപ്പെട്ട ആ സന്ദർഭം പരിശുദ്ധ ഖുർആന് ആ വിഷയത്തിൽ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അവര് ഗുഹയിലായ ആ സന്ദർഭം, രണ്ടുപേരും മാത്രമുള്ള സന്ദർഭം. അവിടെ ആ ഗുഹയിൽ വെച്ച് തന്റെ സഹോദരൻ തന്റെ അനുചരനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നീ ദുഃഖിക്കണ്ടട്ടോ, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. അതിന്റെ റിസൾട്ട് ഉണ്ടായിരുന്നു. അവർക്ക് സമാധാനം ഒന്ന് ഇറക്കി കൊടുക്കുകയാണ്. അവരെ കാണാൻ കഴിയാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവരെ അവരെ സംരക്ഷിക്കുകയാണ്. നോക്കിയേ നിങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, റസൂലേ ലൗ അന്ന അഹദഹും, അവരിൽ ആരെങ്കിലും ഒരാള് നമ്മുടെ കാൽപാദങ്ങളോ മറ്റോ കണ്ടാൽ എന്തായിരിക്കും റസൂലേ നമ്മുടെ അവസ്ഥ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കറെ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? നീ എന്താ ചിന്തിക്കുന്നത് അബൂബക്കറെ? നമ്മോടൊപ്പം മൂന്നാമനായി റഹ്മാനായ റബ്ബില്ലേ അബൂബക്കറെ എന്ന് അല്ലാഹുവിന്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദീനുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി കിട്ടുമെന്ന് ഉറപ്പായ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോ ഇനി എന്താണ് ചെയ്യുക എന്ന ആകുലതക്കപ്പുറം എന്റെ റബ്ബിന്റെ സംരക്ഷണം ഉണ്ടാകുമെന്നൊരു ബോധ്യം ഈ ചരിത്രങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നുണ്ടെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ ഇതുമായി എങ്ങനെയാണ് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നോക്കിയ നിങ്ങളെ, തഖ്വയോടെ ജീവിക്കുന്നവർക്ക് പ്രിയപ്പെട്ടവരെ അള്ളാന്റെ സഹായം ഉണ്ടാകുന്നുള്ളതാ, ഒരു സംശയവുമില്ല. ഖുർആൻ എത്ര ആയത്തുകൾ കാണാൻ കഴിയുന്നറിയോ? ആരാണ് പടച്ച റബ്ബിനെ സൂക്ഷിക്കുന്നത് അവനൊരു എക്സിറ്റ്, ഒരു പോംവഴി അള്ളാഹു കാണിച്ചു കൊടുക്കുന്നു. ഓൻ കുടുങ്ങൂല. അവന് ഉപജീവനം നൽകുന്നതാണ്. അവന് പോലും വിചാരിക്കാത്ത രൂപത്തിൽ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സഹായിക്കും, അവന് ഉപജീവനം നൽകുമെന്ന് ഖുർആൻ എടുത്തു പറയുമ്പോൾ ഇന്നല്ലാഹ മഅല്ലദീന തഖൗ
വല്ലദീന ഹും മുഹ്സിനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോടൊപ്പാണ്? അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരോടൊപ്പം അള്ളാന്റെ സഹായം ഉണ്ടാവും. ഓൻ കുടുങ്ങൂല, ഓൻ പ്രതിസന്ധിയിൽ അകപ്പെടൂല, അവൻ സങ്കടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവൂല. ഇത് ഖുർആൻ എടുത്തു പറയുന്നത്, അള്ളാഹുവിന്റെ കലാമാണ് പ്രിയപ്പെട്ടവരെ നമ്മോട് സംസാരിക്കുന്നത്. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ. അള്ളാഹ് ആരോടൊപ്പാ? അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരോടൊപ്പമാണ് എന്ന് ഖുർആൻ എടുത്തു പറയുമ്പോൾ നോക്കിയേ, ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാചകം എത്ര മനോഹരമാണെന്നറിയോ? മയ്യത്തഖില്ല, ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ യകുൻ മഅഹു, അവനോടൊപ്പം അവന്റെ റബ്ബുണ്ട്, അവനോടൊപ്പം അവന്റെ റബ്ബുണ്ട്. വമയകുനില്ലാഹു മഅഹു. പ്രിയപ്പെട്ടവരെ, എത്ര സുന്ദരമാണ്. ഫമഅഹുൽ ഫിഅത്തുല്ലതി ലാ തുഗ്ലബു. മറ്റാർക്കും അതിജയിക്കാൻ കഴിയാത്ത ഒരു സംഘം ഉള്ളവനെ പോലെയാണ്. വൽ ഹാരിസുല്ലതി ലാ യനാമു. ഉറക്കമൊഴിക്കാത്ത, ഉറങ്ങിപ്പോകാത്തൊരു ഭടന്റെ സംരക്ഷണം ലഭിക്കുന്നവനെ പോലെയാണ്. എല്ലാ വഴിയും കൃത്യമായി അറിയുന്ന ഒരു വഴികാട്ടിയെ പോലെയാണ്. അതുപോലെ അള്ളാന്റെ അവൻ എവിടെയും കുടുങ്ങൂല. അവനെ ഏത് സന്ദർഭത്തിലും അള്ളാന്റെ സഹായം ഉണ്ടാകും. അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ ഈ ഒരു ഖുർആനിക വചനം പ്രിയപ്പെട്ടവരെ നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ചേർത്തി വെച്ചാൽ മതി. പടച്ചോന്റെ വിഷയത്തില് എല്ലാ കാര്യത്തിനും നമ്മൾ മനോഹരമായി മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് തന്നെ വല്ലാത്തൊരു ആശ്വാസമായിരിക്കും, നമ്മുടെ മനസ്സിന് തന്നെ വല്ലാത്തൊരു സംതൃപ്തിയായിരിക്കും. നമുക്ക് തന്നെ പ്രിയപ്പെട്ടവരെ അതിന്റെ ലദ്ദത്ത്, അതിന്റെ ആസ്വാദനം ആസ്വദിക്കാൻ കഴിയുമെന്നുള്ളതിൽ സംശയം ഉണ്ടായിരിക്കെങ്കിലും ഇല്ല എന്നുള്ളതാ. ഒരു സുബഹിന്റെ ഒരു ജമാഅത്ത് നഷ്ടപ്പെടുമ്പോ ആ ദിവസം നമുക്ക് അതിന്റെ പ്രതിസന്ധികൾ അനുഭവിക്കില്ലേ നാം? ഒരു ജമാഅത്ത് നമുക്ക് പ്രിയപ്പെട്ടവരെ ഒരു റക്അത്ത് നഷ്ടപ്പെടുമ്പോൾ അന്ന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകും. എന്നാൽ ഖുർആൻ പാരായണവും ദിക്റുകളും ദുആകളും ജമാഅത്തും എല്ലാം ലഭിക്കുന്ന ഒരു ദിവസം അവനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ആശ്വാസത്തിന്റെ ദിവസമായിരിക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. എല്ലാ രംഗത്തും ജീവിതത്തിലെ നന്മകൾ ചെയ്യാനും തിന്മകളിൽ നിന്നും മാറി നിൽക്കാനും ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടവരാണ് മുഅ്മിനീങ്ങൾ എന്നാണ് ഈ അധ്യാപനങ്ങളും ഈ ചരിത്രങ്ങളുമൊക്കെ പ്രിയപ്പെട്ടവരെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നോക്കിയ നിങ്ങൾ യൂനുസ് നബി അലൈഹി ഇസ്ലാമയുടെ ചരിത്രം വായിക്കുന്ന ഏതൊരു വിശ്വാസിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചാൽ, അള്ളാഹുവിനോട് പ്രിയപ്പെട്ടവരെ ഭരമേൽപ്പിച്ചാൽ റബ്ബ് സഹായിക്കുമെന്ന ആ കൃത്യമായ ബോധ്യം ലഭിക്കുമെന്നുള്ളതാ. മത്സ്യത്തിന്റെ വയറ്റിലകപ്പെടുകയാണ്, അതും കടലിന്റെ ആഴിയിൽ നിന്ന്. എന്നിട്ട് യൂനുസ് നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നില്ലേ? അതേ യൂനുസ് നബി അലൈഹി ഇസ്ലാം കുപിതനായി പോയ സന്ദർഭമുണ്ടല്ലോ. എന്നിട്ട് പടച്ച റബ്ബ് പ്രയാസപ്പെടുത്തില്ല എന്ന് വിചാരിച്ചു. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കാണ്. കുരിരുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, തേടുകയാണ്. എന്താ തേടിയത് പ്രിയപ്പെട്ടവരെ? അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനദ്ദാലിമീൻ. പടച്ചോനെ, നീയല്ലാതെ ആരാധനക്കർഹനായിട്ട് മറ്റാരും ഇല്ലട്ടോ, നീ എത്ര പരിശുദ്ധനാണ്, ഞാൻ അക്രമിയായി പോയല്ലോ എന്ന പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, എത്ര മനോഹരമായ റിസൾട്ടായിരുന്നു യൂനുസ് നബി അലൈഹി ഇസ്ലാമക്ക് ലഭിച്ചത്. അദ്ദേഹം രക്ഷപ്പെട്ടില്ലേ? ഈ ഒരു പരിശുദ്ധ ഖുർആൻ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചു തരിക. ഈ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും അങ്ങോട്ട് തീരൂല, അങ്ങോട്ട് രക്ഷപ്പെടൂല എന്ന് തോന്നുന്ന പ്രതിസന്ധികളൊക്കെ ഉണ്ടല്ലോ, അവിടെ അവൻ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കട്ടെ എന്ന. ഏതാ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ? ചൊല്ലാൻ പ്രയാസമുണ്ടോ? ഉരുവിടാൻ പ്രതിസന്ധിയുണ്ടോ? ഒരുപാട് സമയത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനദ്ദാലിമീൻ. നമുക്ക് പ്രാർത്ഥിക്കാം, മനസ്സ് തട്ടിക്കിട്ടെ. എന്റെ റബ്ബിനോട് ഞാൻ എന്ത് ചോദിച്ചാൽ എന്റെ റബ്ബ് എനിക്ക് ഉത്തരം തരുമെന്ന ബോധ്യത്തോടു കൂടി പ്രാർത്ഥിച്ചു നോക്കിയേ പ്രിയപ്പെട്ടവരെ, നമുക്ക് റിസൾട്ട് കിട്ടുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്.
എല്ലാ രംഗത്തും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനകളോടെ റബ്ബിലേക്ക് തവക്കുൽ ചെയ്ത് അല്ലേ ഏകദൈവാരാധന മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ റബ്ബിന്റെ സഹായം ലഭിക്കുമെന്നുള്ളതിൽ സംശയമില്ല. ഒരു വിശ്വാസിയുടെയും അവന്റെ ജീവിതം തുടങ്ങുന്നത് തന്നെ അവനവന്റെ കിടക്കപ്പായി എണീക്കുന്നത് മുതൽ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനകളിൽ ചേർന്നുകൊണ്ടുള്ളൊരു ജീവിതമാണ്. ആ പ്രാർത്ഥനകളിൽ ചേർന്നുകൊണ്ടുള്ള ജീവിതത്തിൽ അവനിക്ക് ലഭിക്കുന്ന ഓരോ നിമിഷവും പടച്ച റബ്ബിന്റെ സഹായമാണ് എന്നുള്ളതിൽ സംശയമില്ലല്ലോ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹി നുശൂർ എന്ന് പറഞ്ഞ് ഒരു കിടക്കപ്പായിൽ നിന്ന് ഉറക്കമുണീച്ച കണ്ണുകൾ തുറന്ന് അവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയടക്കം പടച്ച റബ്ബേ നിന്നെ സ്തുതിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അവന്റെ ജീവിതം തുടങ്ങുന്നത്. പിന്നെ അവൻ സുബഹി നമസ്കരിക്കാൻ പോകുന്നു, അവന്റെ റബ്ബിന്റെ സംരക്ഷണത്തിലാണ് എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത്. നോക്കിയേ, എത്രയെത്ര പ്രാർത്ഥനകളാ നമുക്കാർക്കും എല്ലാവർക്കും അറിയുന്ന പ്രാർത്ഥനകൾ. പക്ഷേ നമ്മളൊക്കെ ജീവിതത്തിലെ അത് പ്രാവർത്തികമാക്കലുണ്ടോ എന്നൊരു ചോദ്യം നമ്മൾ നമ്മോട് ചോദിക്കേണ്ടതുണ്ട്. ഹാസിബു ഖബല അൻ തുഹാസബു, ഒന്ന് സ്വയം ഒന്ന് വിചാരണ ചെയ്യുക. പടച്ചോനെ, ഞാനത് പ്രാർത്ഥിക്കലുണ്ടോ? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. എത്ര തവണ പ്രിയപ്പെട്ടവരെ? 3 തവണ ചൊല്ലിയാലേ അല്ലാഹുവിന്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ലം തുസിബുഹു ഫജ്അതു ബലാ, പെട്ടെന്നുള്ള ഏതൊരു പ്രതിസന്ധിയും അവനെ ബാധിക്കൂലാന്ന്. ഇതാണ് ചൊല്ലിയാ മതി. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. 3 തവണ ചൊല്ലിയാൽ ലം തുസിബുഹു, അവനെ ബാധിക്കൂല. പെട്ടെന്നുള്ള അപകടങ്ങൾ, പെട്ടെന്നുള്ള പ്രതിസന്ധികൾ, പെട്ടെന്നുള്ള പരീക്ഷണങ്ങൾ ഒന്നും അവനെ ബാധിക്കൂല. ഇത് അല്ലാഹുവിന്റെ റസൂലെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പഠിപ്പിക്കുന്നത്. നോക്കിയേ, അവൻ ഏത് സമയത്താ ചെല്ലുന്നത്? മൻ ഖാല ബിസ്മില്ലാഹില്ലദീ ലാ യദുറു വലാ വഹുവസ് സമീഉൽ അലീം 3 മററാത്ത് ഹത്താ യുസ്ബിഹ, അവന് പ്രഭാതമാകുന്നത് വരെ പ്രിയപ്പെട്ടവരെ അവന് ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇങ്ങനെ ഇനി അവന് പ്രദോഷത്തിന് ചെല്ലുകയാണ്, പ്രഭാതം വരെ അവനക്ക് ബുദ്ധിമുട്ടില്ല. അവൻ പ്രഭാതത്തിന് ചെല്ലുകയാണ്, പ്രദോഷം വരെ അവനക്കൊരു ബുദ്ധിമുട്ടില്ല. ഇതൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമുക്ക് പഠിപ്പിച്ചു നൽകിയതാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ പ്രാവർത്തികമാക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നുള്ള വലിയ സംരക്ഷണങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ചരിത്രങ്ങളും മറ്റുമൊക്കെ ഉണ്ട് അല്ലേ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന് ചെറിയൊരു പ്രതിസന്ധി ഉണ്ടാവുകയാണ്. അപ്പൊ ഈ കാര്യം പറഞ്ഞു കൊടുക്കുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവാണ്. ഈ പ്രാർത്ഥനയുടെ ഫളല് പെട്ടെന്നുള്ള പ്രയാസമൊന്നും ഏൽക്കൂല എന്നുള്ളത്. അപ്പൊ ഇതിങ്ങനെ കാണുമ്പോൾ ഉസ്മാൻ ഒരിക്കലും കളവ് പറയൂല. എന്നിട്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാ, ഇത് ചെല്ലാൻ ഞാൻ മറന്നുപോയോണ്ടാണ് എന്തായത് ആ പ്രയാസമൊക്കെ ഉണ്ടായത്. ഇത് അവരുടെ മാനസികാവസ്ഥയായിരുന്നു. ഞാൻ ഈ പ്രാർത്ഥിച്ചാൽ എന്ത് ചെയ്യൂല, എനിക്കെൻ്റെ റബ്ബിന്റെ എനിക്കൊന്നും സംഭവിക്കൂല. പെട്ടെന്നുള്ള പ്രയാസങ്ങൾ, രോഗങ്ങൾ, പാമ്പുകടി, ആ രൂപത്തിലുള്ള ആ രൂപത്തിലുള്ള ജീവികളെ കുത്തുക, അങ്ങനെയുള്ളതൊന്നും വരൂല എന്നുള്ളതാണ് ഈ ഹദീസിന്റെ ആശയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇതാണ് ഉൾക്കൊണ്ടുകൊണ്ട് ചെല്ലുന്നവരുടെ ജീവിതം ആ രൂപത്തിൽ തന്നെ ആകുമെന്നുള്ളതിന് സംശയമില്ലല്ലോ പ്രിയപ്പെട്ടവരെ. ആയത്തുൽ കുർസി എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം 8 തവണ ചൊല്ലേണ്ട സൂറത്താണ്. 8 തവണ ചൊല്ലേണ്ട ആയത്താണ്. നമുക്ക് ചൊല്ലാൻ പ്രയാസമുണ്ട്. നമുക്ക് ഏത് മക്കൾക്കും അറിയാം 8 തവണ നമ്മൾ ചൊല്ലണം. അതിന്റെ ഫളിൽ എത്രയാണ്? അല്ലാഹുവിന്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ആരെങ്കിലും അവന്റെ കിടക്കപ്പായിലേക്കാണ് പോകണ സമയത്ത് 5 വക്ത് നിസ്കാരത്തിന് ശേഷം, രാവിലെയും വൈകുന്നേരവും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ, അവന്റെ ഫിറാഷിലേക്ക്, അവന്റെ വിരിപ്പിലേക്ക് പോകുമ്പോൾ ഫഖ്റ ആയത്തുൽ കുർസി, അവൻ ആയത്തുൽ കുർസി പാരായണം ചെയ്യട്ടെ. അത് അവസാന ആയത്ത്, അവസാന ഭാഗം എത്തണ വരെ ഹത്താ തഖ്തിമൽ ആയ ഫഇന്നക ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിദുൻ വലാ യഖറബന്നക ശൈത്താനുൻ ഹത്താ തുസ്ബിഹ. പ്രഭാതാകുന്നവരെ പിശാച് അവന്റെ അടുത്തേക്ക് അടുക്കൂല. മാത്രാണോ, പടച്ച റബ്ബിന്റെ സംരക്ഷണത്തിൽ അവനെന്ന് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ. പടച്ച റബ്ബിൻ്റെ അടുത്ത് നിന്ന് സഹായം നമുക്ക് ലഭിക്കും. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിലും പ്രതിസന്ധികളിലും വേദനകളിലും യാതനകളിലും മുങ്ങിക്കഴിയേണ്ട ഒരവസ്ഥയോ സാഹചര്യമോ നമുക്കുണ്ടാകില്ല. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനും അള്ളാഹുവിന് വരമേൽപ്പിക്കാനും നമ്മുടെ മനസ്സുകൊണ്ടും നമ്മുടെ ശരീരം കൊണ്ടും നാം തയ്യാറാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. يا ايها الناس اوصيكم اياي ثانيا بتقوى الله. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ എന്നെ നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. നമുക്കൊക്കെ അറിയുന്നൊരു പ്രാർത്ഥനയാണ്. ഇതൊരാള് ഒരു സ്ഥലത്ത് ഇറങ്ങിയാൽ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥന കൂടിയാണ്. നമ്മൾ യാത്ര പോകുന്നവരാണ്, വിനോദപരമായിട്ടുള്ള യാത്ര, മറ്റു ആവശ്യങ്ങൾക്കൊക്കെ യാത്ര പോകുന്നവരാണ് മനുഷ്യർ. അപ്പോൾ ഏതൊരു സ്ഥലത്തിറങ്ങിയാലും അവൻ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അല്ലാഹുവിൻ്റെ റസൂൽ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? മന്നസല മൻസിലൻ, സ്ഥലത്തിറങ്ങി അവനിത് ചൊല്ലട്ടെ. അങ്ങനെ ചൊല്ലിയാലുള്ള ഗുണം എന്താണ്? ലം യദുർറുഹു ശൈഉൻ, അവനെ ഒന്നും ബാധിക്കൂല, അവനെ ഒന്നും ബാധിക്കൂല. ഹത്താ യർതഹില മിൻ മൻസിലിഹി ദാലിക, ആ സ്ഥലത്ത് അവൻ തിരിച്ചനി യാത്ര പോകുന്നവരെ അവന് യാതൊരു പ്രയാസം ഉണ്ടാവില്ല, യാതൊരു പ്രതിസന്ധി ഉണ്ടാവില്ല, അവനെ ഒന്നും ബാധിക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുമ്പോൾ പ്രിയപ്പെട്ടവരെ, വളരെ നിസ്സാരമായി ലളിതമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ മുസ്ലിം ഉമ്മത്ത് നേടുന്നത് വലിയ വലിയ കാര്യങ്ങളാണ്. ഇവയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ തയ്യാറാവുക തന്നെ ചെയ്യണം. ജീവിതത്തിൽ ഏകദൈവാരാധന അത് മുറുകെ പിടിക്കണം. ഏത് പ്രതിസന്ധി കടന്നു വന്നാലും എന്ത് പ്രയാസം കടന്നു വന്നാലും ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിൻ്റെ റസൂൽ കൊടുത്ത ഉപദേശം. ഇബ്നു അബ്ബാസ്, നീ ചോദിക്കുകയാണെങ്കിൽ റബ്ബിനോട് ചോദിക്കണം കേട്ടോ, നീ സഹായം തേടുകയാണെങ്കിൽ റബ്ബിനോട് സഹായം തേടണം കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുമ്പോൾ എപ്പോഴും തലക്കും ഇടയ്ക്കൊക്കെ അള്ളാഹിനോടൊക്കെ പ്രാർത്ഥിക്കാൻ മടി കാണിക്കാത്തവരാണ്. എന്നാൽ ഈ ജീവിതത്തിൽ തുടരെ തുടരെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അങ്ങനെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുന്നൊക്കെ അവസ്ഥ വരുമ്പോൾ പടച്ച റബ്ബിൽ നിന്ന് മറ്റ് പലരെയും ആശ്രയിക്കുന്നവരും മറ്റു പലരോടും സങ്കടവും മറ്റുമൊക്കെ പറയുന്നവരുമാണ് പ്രിയപ്പെട്ടവരെ. അതിലുപരി പടച്ച റബ്ബിനോട് പറഞ്ഞാൽ, അള്ളാഹുവിനോട് സങ്കടവും ആവശ്യങ്ങളും പറഞ്ഞാൽ പരിഹരിച്ച് തരാൻ റഹ്മാനായ റബ്ബ് തയ്യാറാണ് എന്നുള്ളതാണ് ഈ അധ്യാപനങ്ങളും ചരിത്രങ്ങളും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാ രംഗത്തും എൻ്റെ റബ്ബിൻ്റെ സഹായമൊക്കെ ഉണ്ടാവും. അതാണ് ബദർ പ്രിയപ്പെട്ടവരെ നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് പ്രിയപ്പെട്ടവരെ സൂറത്തുൻ നസ്ർ നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹിൻ്റെ സഹായം ലഭിച്ചെന്ന് പറഞ്ഞല്ലോ. നസ്ർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ആയത്തിനെ സൂറത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് അള്ളാഹിനെ ആരാധിക്കുന്ന ഒരു സമൂഹം ഉണ്ടായതുകൊണ്ടാണ്. ആ അള്ളാഹിനെ ആരാധിക്കുന്ന സമൂഹം ഇവിടെയും നിലനിൽക്കുന്നിടത്തോളം കാലം അള്ളാഹിൻ്റെ സഹായം ഉണ്ടാകുന്ന പടച്ചോനെ മാത്രം ആരാധിക്കുകയുള്ളൂ. അത് മക്കളില്ലാതെ 10 അല്ല 30 അല്ല 40 വർഷം കഴിഞ്ഞാലും എൻ്റെ റബ്ബിനെ മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ. ക്യാൻസറിൻ്റെ 4th സ്റ്റേജിലാണെങ്കിലും എൻ്റെ റബ്ബിനോടല്ലാതെ ഞാൻ എൻ്റെ ആവലാതിയും ദുഃഖവും ബുദ്ധിമുട്ടും വേദനയും പറയില്ല എന്നൊരു തീരുമാനം പ്രിയപ്പെട്ടവരെ നമ്മൾ എടുത്തു നോക്കിയേ അള്ളാഹിൻ്റെ സഹായം ഉണ്ടാകും. തവക്കുല് എന്നുള്ളത് മനുഷ്യർക്ക് മുസ്ലിമീങ്ങൾക്കടക്കം ഇന്ന് തീരെ ഇല്ലാതെയായി പോകുന്ന ഒരു കാര്യമാണ്. തവക്കുല് പരമേൽപ്പിക്കലില്ല.
അള്ളാഹുവിന്റെ റസൂൽ എന്ത് മനോഹരമായ രൂപത്തിലാണ് വരവേൽപ്പിക്കുന്നതിന്റെ ഉപമ പഠിപ്പിച്ചു തരുന്നത്. അന്നകും തതവക്കൽതും അലല്ലാഹി ഹഖ്ക തവക്കുലിഹി, നിങ്ങൾ എങ്ങനെയാണ് റബ്ബിനെ തവക്കുൽ ചെയ്യേണ്ടത്. ലറസകകും കമാ യർസുഖുത് തയ്യിർ, അള്ളാഹുവിനെ വരവേൽപ്പിച്ച ഒരു വ്യക്തിയുടെ അവസ്ഥയെ അള്ളാഹിന്റെ റസൂൽ പഠിപ്പിക്കാൻ. ലറസകകും കമാ യർസുഖുത് തയ്യിർ, ഒരു പക്ഷിയെ ഊട്ടിയ പോലെ അള്ളാഹ് നിങ്ങൾ എന്ത് ചെയ്യും? ഊട്ടും. ഒരു പക്ഷിയെ സഹായിച്ച പോലെ അള്ളാഹ് നിങ്ങളെ സഹായിക്കും. തഖദു ഹിമാസൻ വതറൂഹു ബിതാനാ, ഒട്ടിയ വയറുമായി തന്റെ കുഞ്ഞു പക്ഷികൾക്ക് ഭക്ഷണത്തിന് വേണ്ടി ഓരോ മരച്ചില്ലകളും തേടി യാത്ര ചെയ്ത പക്ഷിയുടെ ഉപമയുണ്ടല്ലോ. തഖദു ഹിമാസൻ വതറൂഹു ബിതാനാ, നിറഞ്ഞ വയറുമായിട്ടാണ് തിരിച്ചു വരുന്നത്. പ്രിയപ്പെട്ടവരെ, റബ്ബിൽ ഇങ്ങോട്ട് വരമേൽപ്പിച്ചിട്ട് നമ്മോട് റഹ്മാനായ റബ്ബ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ അള്ളാഹിന്റെ സഹായം ഉണ്ടാകുമെന്നുള്ളത് ഈ ഹദീസുകളും ആയത്തുകളും ഒക്കെ പഠിപ്പിച്ചു തരുമ്പോൾ ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. കുറെ കേട്ടു, പിന്നെ നമ്മൾ പഴയ രൂപത്തിൽ ഒരു കാര്യമില്ല. കേൾക്കുന്ന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് മുത്തക്കീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ആ സ്വർഗീയാരാമത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളും നമ്മുടെ കുടുംബവും മക്കളും എല്ലാവരും ആ രൂപത്തിലാകണം. ഒരിക്കൽ കൂടി നമ്മുടെ ധർമ്മസമര സംഗമത്തിലെ വിദ്യാർത്ഥി സമ്മേളനം ഇൻഷാ അല്ലാഹ് അടുത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നും മറ്റുമൊക്കെ വാഹനങ്ങളെല്ലാം പുറപ്പെടുന്നുണ്ട്. നമ്മുടെ ആ പ്രായക്കാരായിട്ടുള്ള വിദ്യാർത്ഥിനികളെ രജിസ്റ്റർ ചെയ്യാൻ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതിനെ നീട്ടിവെക്കാതെ എത്രയും പെട്ടെന്ന് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. റഹ്മാനായ റബ്ബ് നമ്മുടെ എല്ലാ സ്വാലിഹത്തായിട്ടുള്ള മുറാദുകളും നിറവേറ്റി തരുമാറാകട്ടെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആളുകൾ നാദാനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. റബ്ബേ, ശിഫ പ്രദാനം ചെയ്യണേ അല്ലാഹുവേ, സാമ്പത്തിക പ്രയാസങ്ങളിൽ മറ്റുമൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അല്ലാഹുവേ പരിഹാരമേകണേ അല്ലാഹുവേ, ദീന് പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുമുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ലാഹുവേ, മരണപ്പെടുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മുഅ്മിനായി മുസ്ലിമായി മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ലാഹുവേ, പെട്ടെന്നുള്ള രോഗങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ ഭാര്യമാരിൽ അല്ലാഹുവേ കൺകുളിർമ പ്രദാനം ചെയ്യണേ അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ആരോഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം വിശാലമാക്കണേ അവരെ ഞങ്ങളെയും ഒക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوة ويا قاضي الحجاج. اللهم اعتقنا من النار، اللهم أدخلنا الجنة يا رب العالمين. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.